الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, അളവറ്റ ദയാപരനും സ്നേഹമയനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനുവർത്തികളായി അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ആവുന്നത്ര ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭത്തിലും ചേർത്ത് വെച്ചുകൊണ്ട് അവസാനം മുസ്ലിങ്ങളായി തന്നെ മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മെയ് 15 അന്താരാഷ്ട്ര തലത്തിൽ കുടുംബദിനമായി നാം ആചരിച്ചു. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബവും ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും പ്രാധാന്യവും മഹത്വവും മാനവ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനുഷ്യൻ കുടുംബമായി കൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചിട്ടുള്ളത്. ആദം ഹവ്വ അലൈഹിമുസ്സലാം അവരാണ് ഭൂമിയിലെ ആദ്യത്തെ ദമ്പതികൾ. അവർക്ക് പിറന്ന മക്കൾ, അങ്ങനെ ആദ്യത്തെ കുടുംബമുണ്ടായി. ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അവരാണ് ലോക ജനതയ്ക്ക് മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അള്ളാഹുവിൻ്റെ ദൂതന്മാർ. അവരൊക്കെ കുടുംബജീവിതം നയിച്ചവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പും പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നാം ഇണകളെയും സന്താനങ്ങളെയും ഒക്കെ നൽകിയിട്ടുമുണ്ട്. ഒരിക്കലും അവധിയില്ലാത്ത സമൂഹത്തിലെ മഹത്തായ ഒരു സ്ഥാപനമാണ് കുടുംബം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിവാഹത്തോടു കൂടിയാണ് ഒരു കുടുംബം ജനിക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മനുഷ്യർ എങ്ങനെയാണ് ഇണജീവിതം നയിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു നിശ്ചയിച്ച വിവാഹ ജീവിതം ഇണയായി ജീവിക്കാൻ മനുഷ്യന് തിരഞ്ഞെടുത്ത ധാർമ്മികവും വിശുദ്ധവുമായ വഴിയാണ് ശരിക്കും വിവാഹം. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഖുർആനിൻ്റെ കൽപ്പന തന്നെ ഫഅൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് നന്നായി തോന്നുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്.
പ്രായപൂർത്തിയായ ചെറുപ്പക്കാരോട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തിട്ടുള്ളത്, യാ മഅ്ശറ ശബാബ്, യുവസമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, നിങ്ങളിൽ ആരൊക്കെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒക്കെ വിവാഹം കഴിക്കാൻ കഴിവ് നേടിയിട്ടുണ്ടോ അവരൊക്കെ വിവാഹം കഴിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. എന്നാൽ ഈ പുതിയ കാലത്ത് പുതിയ ചിന്താഗതികൾ മുളപ്പൊട്ടി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം കുടുംബമോ കുടുംബ ജീവിതമോ അതിൻ്റെ ഭദ്രമായ അവസ്ഥയോ ഒരു പ്രശ്നമേയല്ല. കാരണം വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും ആണിനും പെണ്ണിനും അവരുടെ വികാരങ്ങൾ ശമിപ്പിക്കാൻ അവർക്കിഷ്ടമുള്ള വഴികൾ സ്വീകരിക്കാം. അതിനൊന്നും തടസ്സമായി നിൽക്കുന്നില്ല എന്നതാണ്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. അതേപോലെ തന്നെയാണ് മനുഷ്യന്മാരെന്നാണ്. ഇവിടെയുള്ള പക്ഷികളും പറവകളും ജീവജാലങ്ങളുമൊക്കെ അവരുടെ വികാര ശമനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ആ മാർഗം പരസ്യമായ മാർഗം, ഇഷ്ടമുള്ളതുപോലെ അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാം എന്ന ഒരു ലിബറൽ ചിന്താഗതി ഈ ഭൗതികവാദത്തിൻ്റെ പേരിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ ഈ കുടുംബത്തെയൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇണജീവിതത്തെ അവർ കാണുന്നത്, നമ്മളൊരു ഹോട്ടലിൽ കയറിയാൽ ചായ കുടിക്കുന്നു, നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് നമുക്ക് പുതിയതായി കിട്ടുന്ന ഗ്ലാസ് അല്ല, മറ്റുള്ള എത്രയോ ആളുകൾ കുടിച്ച് അത് വീണ്ടും വീണ്ടും കഴുകി അങ്ങനെ നമ്മുടെ ഊഴമാകുമ്പോൾ നമുക്കതിൽ ചായ പാർന്നു തരുന്നു. അതുപോലെ തന്നെയാണ് ഇതുമെന്നാണ്. കഴുകി കുടിക്കാൻ പറ്റാവുന്ന ഒരു സംഗതിയായിക്കൊണ്ടാണ് ഈ ഇണജീവിതത്തെ ഭൗതികവാദികൾ കാണുന്നത്. ഇനി അതിൽ മക്കളുണ്ടായാലോ, ഈ മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം അത് കോഴിക്കുഞ്ഞും കോഴിമുട്ടത്തോടും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ്. ഒരു മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് പുറത്തു വന്നാൽ പിന്നെ ആ മുട്ടയുടെ തോടുമായി കുഞ്ഞിന് വല്ല ബന്ധവുമുണ്ടോ? അതേപോലെ തന്നെയാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഇത് ഭൗതികവാദത്തിൻ്റെ വീക്ഷണങ്ങളാണ്. എന്നാൽ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ള, വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സദാചാര മൂല്യങ്ങളും ധർമ്മനിഷ്ഠകളും എടുത്തു പരിശോധിച്ചാൽ കുടുംബവും കുടുംബ ബന്ധങ്ങളും അത് പവിത്രമാണ്, പരിപാവനമാണ്. അത് തകരാതെ ഉടയാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മളെ സൃഷ്ടിച്ചവനായ ഒരു അല്ലാഹു, നമുക്ക് ഇണകളെ നൽകുന്നവനായ ഒരു അല്ലാഹു, നമുക്ക് മക്കളെയും മക്കളുടെ മക്കളെയും നൽകുന്നവനായ ഒരു അല്ലാഹു, അങ്ങനെയുള്ള ഒരു അല്ലാഹുവിനെ കുറിച്ചാണ് ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ, നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെയും പേരമക്കളെയും നിങ്ങൾക്കുണ്ടാക്കി തരുന്നവൻ അല്ലാഹു ആകുന്നു. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്, അവനാകുന്നു വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്കുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് ആഹരിക്കുവാനും അനുഭവിക്കുവാനും ഈ ഭൂമുഖത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹുവിൻ്റെ ചോദ്യമുണ്ട്, അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, ഈ അധാർമികതയിലും അസത്യത്തിലുമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് എന്തുമാകാം, ആ തന്നിഷ്ടങ്ങളെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതമാണോ നിങ്ങൾ, ഈ അസത്യത്തിലും അധാർമികതയിലുമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, യഥാർത്ഥത്തിൽ ഇന്ന് മുഖേന അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. മനുഷ്യൻ ക്ഷണികമായ നൈമിഷികമായ ഈ ഭൗതിക ജീവിതത്തെ മാത്രം, അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോൾ ഇങ്ങനെയുള്ള പിഴവുകളൊക്കെ അവന് സംഭവിക്കുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ,
അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം ഏറെ സൂക്ഷിക്കേണ്ട, നാം പവിത്രമായി പരിശുദ്ധിയോടുകൂടി കാണേണ്ട ഒന്നാണ് നമ്മുടെ കുടുംബവും കുടുംബജീവിതവും. സദാചാര, ധാർമ്മിക, മാനുഷിക മൂല്യങ്ങളെല്ലാം തന്നെ പരിപോഷിപ്പിച്ചെടുക്കുന്ന ഒരു പരിശീലന കളരിയാണ് ശരിക്ക് കുടുംബം. കുടുംബത്തിൽ നിന്നാണ് ആ കുടുംബത്തിൽ വളരുന്ന അംഗങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നത്. അത് നന്മയാണെങ്കിൽ, അത് സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമാണെങ്കിൽ നേരിൻ്റെ പാതയിലൂടെ ആ കുടുംബത്തിലെ അംഗങ്ങൾ വളർന്നു വരുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, മാ നഹില വാലിദുൻ വലദഹു മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഏതെങ്കിലും ഒരു പിതാവ് തൻ്റെ മകന് എന്തെങ്കിലും ഒരു പാരിതോഷികം നൽകുന്നുണ്ടെങ്കിൽ അതിലേറ്റവും ശ്രേഷ്ഠമായ പാരിതോഷികം അവന് ധാർമ്മികമായ മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകുക എന്നതാണ്. അദബുൻ ഹസൻ, നല്ല ഉത്തമ സംസ്കാരം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്കാവുക എന്നതാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമെന്നാണ്. എന്തിൻ്റെ പേരിലായിരുന്നാലും നാം അവരെ ഭൗതികമായി സഹായിക്കും. നല്ല നിലക്ക് പരീക്ഷയിൽ വിജയം നേടിയാൽ പല ഓഫറുകളും നമ്മൾ അവർക്ക് നൽകും. അതൊക്കെ നല്ലത് തന്നെയാണ്. പാരിതോഷികങ്ങളും സമ്മാനങ്ങളും കുട്ടികളുടെ വളർച്ചയ്ക്ക് നല്ലത് തന്നെയാണ്. അത് വേണ്ടെന്നതല്ല. നമ്മുടെ മക്കൾ വളർന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഉണ്ടാകേണ്ട ഇണ ഏത് വിധത്തിലുള്ള ഇണയാണ് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കാരണം അതുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്നത് ആത്മീയവും ഭൗതികവുമായ സമാധാനവും സംതൃപ്തിയും വിജയവുമാണ്. ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമാധാനം എന്തിലൂടെയാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് എന്താണെന്നോ, അലാ ഉഖ്ബിറുക്കും ബിഖൈരി മാ യക്നിസുർ റജുൽ, അലാ യുഖ്ബിറുക്കും ബിഖൈരി മാ യക്നിസുർ റജുൽ. കൻസ് എന്ന പദമാണ് പ്രവാചകൻ അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. നിധി എന്നാണ്. ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ നിധി മർഅത്തുൻ സ്വാലിഹ തുഈനു ഫീ ഉമൂരിൽ ആഖിറ, തൻ്റെ പരലോകത്തിൻ്റെ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന സദ്വൃത്തയായ ഒരു സഹധർമ്മിണിയാകുന്നു അത് എന്നാണ്. പടച്ചവനെ പേടിയുള്ള, വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള, മതബോധമുള്ള ഒരു പെൺകുട്ടിയെ ഇണയായി നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ധന്യരാണെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ കൻസുകളെ എവിടെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? ഈ ലോകത്തിന് ആവശ്യമായ നിധി എവിടെയാണ് വളർന്നു വരേണ്ടത്? അത് വീടിൻ്റെ അകത്തളങ്ങളിലാണ്, കുടുംബാന്തരീക്ഷത്തിലാണ്. അത് വിശുദ്ധമാകണം. ഒക്കെയും കണ്ട് മടങ്ങുമ്പോഴാണല്ലോ മക്കളെ നിങ്ങൾ അറിഞ്ഞിടുന്നു, നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം, വലിയ ലോകം. നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ മക്കളുടെ വ്യക്തിത്വം അത് രൂപപ്പെട്ടു വരുന്നത്. അവർ ഏത് ചിന്താഗതിക്കാരാകണം, ഏത് വിശ്വാസക്കാരാകണം, ഏത് സംസ്കാരങ്ങളും ശീലങ്ങളും സ്വഭാവങ്ങളും ശിഷ്ടങ്ങളും ചേർത്തു വെക്കുന്നവരാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷമാണ്. അത് കൊടുക്കാൻ മാതാപിതാക്കളായ നമ്മൾക്ക് കഴിയണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനമായി പ്രവാചകൻ പരിചയപ്പെടുത്തിയ അദബുൻ ഹസൻ, എല്ലാ കാര്യത്തിലുമുള്ള ഉത്തമമായ സംസ്കാരം അത് നൽകാൻ നമുക്ക് കഴിയണമെന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി, അതിൻ്റെ ധാർമ്മികമായ അതേപോലെ തന്നെ ഭൗതികമായ സുസ്ഥിതിക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയും വേണം. വിവാഹത്തിലൂടെയാണ് ഒരു കുടുംബം ജനിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ദമ്പതികളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും?
ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണമെന്നാണ്. അവരോട് വിശേഷങ്ങൾ അന്വേഷിക്കുന്നവരൊക്കെ ചോദിക്കുന്നത്, എന്താ പുതിയ വല്ല വിശേഷവും ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ടോ എന്നാണ് അതിൻ്റെ ചോദ്യം. അത് സ്വാഭാവികമാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടാകണം എന്നതല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമുക്കറിയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എൻ്റെ റബ്ബേ എനിക്ക് സദ്വൃത്തനായ ഒരു സന്തതിയെ നീ പ്രദാനം ചെയ്യണമേ എന്നാണ്. നമ്മുടെ മക്കൾ സദ്വൃത്തരായിരിക്കണം. അള്ളാഹുവിനോട് അങ്ങനെയുള്ള മക്കളെ തുടക്കത്തിൽ തന്നെ നാം ഇരന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചു വാങ്ങണം. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. ഹുനാലിക ദഅ സക്കരിയ റബ്ബ. സക്കരിയ അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. എൻ്റെ റബ്ബേ, നിന്റെ അരികിൽ നിന്ന് എനിക്ക് സദ്വൃത്തനായ ഒരു സന്തതിയെ നീ പ്രദാനം ചെയ്യണമേ എന്നാണ് പറഞ്ഞത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. അല്ലാഹുവേ, ഞങ്ങളെ രണ്ടുപേരെയും, ആ പിതാവും മകനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, നിനക്ക് കീഴ്പ്പെട്ടവരാക്കി നീ മാറ്റേണമേ എന്നാണ്. നിന്റെ കൽപ്പനക്ക് വിധേയരായി ജീവിക്കുന്ന മുസ്ലിങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റേണമേ. വജ്അൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്. ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ സന്തതികളിലും നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന സന്തതികളെ നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് ആ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, ഇതും നമ്മുടെ ഒരു ബാധ്യത തന്നെയായിക്കൊണ്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഒറ്റക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ അതിൽ നിന്ന് രക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരെ, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും എന്നാണ് അവിടെ പറയുന്നത്. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മളും നമ്മുടെ കുടുംബവും രക്ഷപ്പെടണം. അതിനുള്ള വഴികളെല്ലാം നമ്മൾ സ്വീകരിക്കണം. നമ്മളുടെ പ്രാർത്ഥനയിൽ വിശുദ്ധ ഖുർആൻ ചേർത്ത് വെക്കുന്നുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലൂടെയും ഞങ്ങളുടെ സന്താനങ്ങളിലൂടെയും കൺകുളിർമ നൽകണമേ എന്നാണ്. ഖുർറത്തു അയുൻ എന്ന ഈ പദത്തിന് വിശദീകരണം നൽകിയിട്ടുള്ളത്, കൺകുളിർമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന ഭൗതികമായ നേട്ടമോ പുരോഗതിയോ അവരുടെ അഭിവൃദ്ധിയോ അവരുടെ നല്ല അവസ്ഥയോ മാത്രമല്ല. നമ്മുടെ മക്കൾക്ക് നല്ല ജോലിയുണ്ട്, അവർക്ക് നല്ല ശമ്പളമുണ്ട്, അവർക്ക് നല്ല കച്ചവടമുണ്ട്, വരുമാനമുണ്ട്, ബിസിനസ്സൊക്കെ ഉഷാറാണ്. അങ്ങനെ മക്കൾ ഏതായാലും സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല. ആ കാര്യത്തിൽ മാത്രമുള്ള കൺകുളിർമയല്ല. നേരെ മറിച്ച് നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. അവർ 5 നേരം മുടങ്ങാതെ നമസ്കരിക്കുന്നവരാണ്. അവർക്ക് ബിസിനസ്സും സമ്പത്തുമൊക്കെ ഉണ്ടായാൽ കൃത്യമായി അവരുടെ വരുമാനത്തിന് സക്കാത്ത് കൊടുക്കുന്നവരാണ്. അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണ്. അവർ തങ്ങളോടുള്ള ബാധ്യത പോലെ തങ്ങളുടെ കുടുംബത്തോടുള്ള ബാധ്യതയും അയൽപക്കത്തോടുള്ള ബാധ്യതയും തങ്ങളുടെ സമൂഹത്തോടുള്ള ബാധ്യതയും സമസൃഷ്ടികളോടുള്ള ബാധ്യതയും താൻ ജീവിക്കുന്ന ഈ പ്രകൃതിയോടുള്ള ബാധ്യതയും ഒക്കെ നിർവഹിക്കുന്നവരാണ് എന്നതിലുള്ള കൺകുളിർമ കൂടി ഉണ്ടാകണം. അപ്പോഴാണ് ഖുർറത്തു അയുൻ അത് പൂർത്തിയാവുകയുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഖുർറത്തു അയുൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലൂടെയും മക്കളിലൂടെയും നൽകണമേ. മാത്രമല്ല, ആ പ്രാർത്ഥന പൂർത്തിയാകുന്നത് വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണമേ എന്നാണ്. നമ്മൾ മഅ്മൂമുകളായി നിൽക്കേണ്ടവരല്ല. ഈ കാര്യത്തിൽ നമ്മൾ ഇമാം, ലീഡറാകേണ്ടവരാണെന്നാണ്. നമ്മൾ ആരുടെ ലീഡറാകണം? മുത്തഖീങ്ങളുടെ ലീഡറാകണം.
ഈ ദുആ ഇരിക്കാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇത് മനസ്സറിഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഈ നേതൃഗുണം, ആരുടെ നേതാവാകാനുള്ള ഗുണം? മുത്തഖീങ്ങളുടെ നേതാവാകാനുള്ള ഗുണം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവർ കുടുംബത്തിന്റെ കുടുംബനാഥൻ, ഒരു കുടുംബനാഥ, അവർ ആ കുടുംബത്തിൽ തങ്ങളുടെ മക്കൾക്ക് മാതൃകയാകും. മുത്തഖീങ്ങളുടെ ഇമാമാക്കണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ആ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യവും ആ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടാവുകയില്ല. അതവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, ഇനി അവരുടെ വിവാഹത്തിൽ ഉണ്ടാവുകയില്ല, അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടാവുകയില്ല, അവർ മറ്റുള്ളവരുമായി പെരുമാറുന്നവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുകയില്ല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥന നമ്മളോട് ചേർത്ത് വെക്കാൻ വേണ്ടി ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റണമേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കൂടെ ജീവിച്ച മക്കൾ നമ്മൾ മരിച്ചാലും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളുകളിൽ നമ്മുടെ കൂടെ അവരും സ്വർഗത്തിലുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ തന്നെ സ്വർഗത്തിലുണ്ടാകണം. അവർ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് പോലെ തന്നെ രക്ഷപ്പെടണം. അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യണമെന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ, സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ ഈമാൻ ഉള്ളവരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മക്കൾ ഇസ്ലാമികമായി നമ്മൾ ശീലിച്ച സംസ്കാരവും സ്വഭാവവും ധർമ്മബോധവും ഉള്ളവരാണോ എന്ന് നമ്മൾ ശരിക്ക് ജാഗ്രതയോടുകൂടി നോക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുള്ള ഓരോ യോഗ്യതകളും നമ്മളെപ്പോലെ നേടുന്നവരാണോ എന്നുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ, നിങ്ങളുടെ ആദർശത്തോടൊപ്പം നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം നിങ്ങൾ ശീലിച്ച ഇസ്ലാമിക സംസ്കാരത്തോടൊപ്പം നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നാൽ അൽഹഖ്നാ ബിഹിം ദുർരിയത്തഹും, നിങ്ങളുടെ സന്താനങ്ങളെ നാം നിങ്ങളോട് ചേർത്ത് തരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പരലോകത്ത് നമ്മുടെ കൂടെ അവരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്തൊരു വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, നാം കുടുംബസമേതമാണ് എങ്ങോട്ടും പോകുന്നത്. നാം അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ കുടുംബസമേതമാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. നാം ഉല്ലാസയാത്ര പുറപ്പെടുമ്പോൾ കുടുംബസമാതമാണ് പോകുന്നത്. അതൊക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടതും. പക്ഷേ അതേപോലെ കുടുംബസമേതം ഈ ദുനിയാവിൽ നമ്മൾ എന്തിനൊക്കെ പുറപ്പെടുന്നുവോ അതേപോലെ കുടുംബസമേതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ കൂടി നമുക്ക് കഴിയണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളാവുന്നത്ര ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവേ, നിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് നല്ല മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും കുട്ടികളും പേരക്കുട്ടികളും
സഹോദരന്മാരും സഹോദരികളും ബന്ധുമിത്രാദികളും ഒക്കെയുള്ള ഒരു വലിയ വൃക്ഷമായിക്കൊണ്ടാണ് നമ്മളതിനെ കാണുന്നത്. വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകളെക്കുറിച്ച് ഉണർത്തിയ സന്ദർഭത്തിൽ സൂറത്തു അഹ്ഖാഫിലെ 15-ാമത്തെ സൂക്തത്തിൽ നമ്മെ ഉണർത്തിയ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനെ അനുശാസിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിൽ മാതാവിനെ പ്രത്യേകം എടുത്തുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹ. മനുഷ്യനെ അവൻ്റെ ഉമ്മ പ്രയാസപ്പെട്ട് ഗർഭം ധരിക്കുന്നു, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്യുന്നു. വഹംലുഹു വഫിസാലുഹു സലാസൂന ഷഹ്റ. അവൻ്റെ ഗർഭകാലവും അവൻ മുലകുടി നിർത്തലും കൂടി ആകെ 30 മാസമാണ്. എന്ന് പറഞ്ഞാൽ 2 വർഷം, 24 മാസം അവൻ്റെ മുലകുടി കാലവും 6 മാസം അവൻ്റെ ഗർഭകാലവുമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വബലഗ 40 സന. ഖുർആൻ പറയുന്നു ഹത്താ ഇദാ ബലഗ അശുദ്ധഹു. മനുഷ്യൻ തൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുതിയ ലോകത്തേക്ക് വന്നു. ആ സന്ദർഭത്തിൽ ഒന്നും അവൻ അറിയില്ല. ഖുർആൻ അത് പറയുന്നുണ്ട്. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. നിങ്ങൾ ഒന്നും അറിയാത്തവരാണ് ആയിക്കൊണ്ടാണ് നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ പുതിയ ലോകത്തേക്ക് വന്നത്. നമുക്ക് വിശന്നാൽ നമുക്ക് വേണ്ട മുലപ്പാൽ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ഉമ്മയുടെ സഹായം, ആ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് മുലപ്പാലാകുന്ന അമൃത് നുകരാൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. മറ്റു ജീവികൾ അങ്ങനെയല്ല. ഒരാട് പ്രസവിച്ചാൽ ആട്ടിൻകുട്ടി നേരെ പോകുന്നത് ആ തള്ള ആടിൻ്റെ അകിട്ടിലേക്കാണ്. പശുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് ജീവികൾക്കും അവർക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ളൊരു ബോധം അല്ലാഹു നൽകിയിട്ടുണ്ട്. മനുഷ്യന് ലാ തഅലമൂന ശൈഅൻ. ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല. മറ്റുള്ളതെല്ലാം നിങ്ങൾ പഠിച്ചെടുക്കുകയാണ്. എവിടെ നിന്ന്? നിങ്ങളുടെ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് അത് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഉമ്മയെ നിങ്ങൾ മറക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചെടുക്കുന്ന ഭാഷ നോക്കൂ നിങ്ങൾ. മാതൃഭാഷ നമ്മൾ അറിയുന്നത്. എവിടെയെങ്കിലും പിതൃഭാഷ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ആദ്യമായി കേൾക്കുന്ന അക്ഷരങ്ങൾ, വാക്കുകൾ, അത് പെറുക്കിയെടുത്തുകൊണ്ടാണ് നമ്മുടെ ഭാഷയെ നമ്മൾ കോർത്തിണക്കുന്നത്. ആ ഉമ്മ നിങ്ങളെ പോറ്റി വളർത്തുന്നു. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെയുള്ള അവസ്ഥകളിലെത്തി യുവത്വത്തിന്റെ ആ നല്ല തിളപ്പുള്ള സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നു ഹത്താ ഇദാ ബലഗ അശുദ്ധഹു. അങ്ങനെ ആ മനുഷ്യൻ അവന്റെ പൂർണ്ണ ശക്തി പ്രാപിക്കുകയും വബലഗ 40 സന. അവന് 40 വയസ്സെത്തുകയും ചെയ്താൽ, മനുഷ്യന്റെ ആയുസ്സിലെ, പ്രത്യേകിച്ച് ഈ അവസാന ഉമ്മത്തിന്റെ ആയുസ്സിനെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ ആയുർ ദൈർഘ്യം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്നാണ്. ശരാശരി ആയുസ് അത്ര തന്നെയാണ് മനുഷ്യന്റെ, അവസാന ഉമ്മത്തിന്റെ. അപ്പൊ അതിലെ 40 എന്ന് പറഞ്ഞാൽ അവന്റെ ആയുഷ്കാലത്തിലെ വളരെ പ്രധാനപ്പെട്ട, അവൻ ജീവിതത്തിൽ അവൻ നടന്ന് കയറിയ പടവുകളിൽ സുപ്രധാനമായ ഒരു പ്ലാറ്റ്ഫോമാണ് 40 സന, 40 വയസ്സെത്തുക എന്നുള്ളത്. 40 വയസ്സെത്തിയ ഒരാൾക്ക് അവന് ഭാര്യ ഉണ്ടാകും, കുട്ടികൾ ഉണ്ടാകും. വീട്ടിൽ ചിലപ്പോൾ തളർന്നു കിടക്കുന്ന, അവശരായി കിടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. അവൻ പരിചരിക്കേണ്ട ആളുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ആ സന്ദർഭം അവനെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എൻ്റെ റബ്ബേ, ഔസിഅനി, എനിക്ക് നീ പ്രചോദനം നൽകണമേ. എന്തിന്? അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എൻ്റെ റബ്ബേ എനിക്ക് നീ പ്രചോദനം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.
വഅൻ അഅമല സ്വാലിഹൻ തർലാഹ്, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എൻ്റെ റബ്ബേ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും നീ പ്രചോദനം നൽകണമെന്നാണ് പറയുന്നത്. ഇതാണ് ശരിക്ക് ഒരു ഉത്തമ കുടുംബം എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കണം, അവർ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർക്കണം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കണം. എന്നിട്ട് എന്ത് വേണം? വഅൻ അഅമല സ്വാലിഹൻ തർലാ, അവൻ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ ഉത്തമ കുടുംബത്തിന് ഈ ദുനിയാവിൽ നിർവഹിക്കാനുള്ള ദൗത്യമെന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വാസ്ലിഹി ലീ ഫീ ദുല്ലിയതി, എൻ്റെ സന്താനങ്ങളിൽ നീ നന്മയുണ്ടാക്കി തരണമേ റബ്ബേ. ഇത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം സഹോദരങ്ങളെ. ഇന്നി തുബ്തു ഇലൈക്, റബ്ബേ നിന്നിലേക്ക് ഞാൻ ഇതാ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ നിനക്ക് കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടിരിക്കുന്നു റബ്ബേ. ഈ ഹൃദയസ്പൃക്കായ ഈ പ്രാർത്ഥന 40 വയസ്സുകാരന്റെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ ആത്മാർത്ഥമായി നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് അള്ളാഹുവിനോട് തേടേണ്ട ഒരു തേട്ടമായിക്കൊണ്ടാണ് ഖുർആൻ ഇത് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് നന്മയാഗ്രഹിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, നീ തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കുടുംബ ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന വീഴ്ചകളും സ്ഖലിതങ്ങളും പോരായ്മകളും നിന്റെ മഹലായ ഫദല് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.